ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും ദുബായ് സെൻറ്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുകയും അവർ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വർഗസ്ഥ പിതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് ഏറ്റവും അവസാനമായി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് വേണ്ടി ആ സൃഷ്ടിച്ചിടത്തോളം കാര്യങ്ങളെ അവൻ്റെ ജീവിതത്തിന് വേണ്ടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് പറയുകയാണ്, എല്ലാം സൃഷ്ടിച്ച് അതെല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു, അത് എല്ലാം മനുഷ്യന് പേരിടാൻ വരെ കൊടുക്കുകയാണ്, മനുഷ്യന് അധികാരം കൊടുക്കുകയാണ്, മനുഷ്യന് ജീവിതം കൊടുക്കുകയാണ്. മനുഷ്യനോട് അനുഭവിച്ചോളം പറയുന്ന സർവശക്തനായ ഒരു സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. അത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആദ്യത്തെ ശബ്ദം തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്ന ഒരു ശബ്ദം. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സ്വരമെന്ന് ആദ്യമായിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്വരം വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതാണ്. അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കുവാനും ആ വെളിച്ചത്തിൽ മനുഷ്യൻ ജീവിക്കുവാനും ആ വെളിച്ചം അവനെ നയിക്കുവാനും വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ ഇരുട്ടിലേക്ക് പോയ ജനതയെ രക്ഷിക്കാൻ വേണ്ടി പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ അഭിഷിക്തരെയും അവസാനം തൻ്റെ പുത്രനെയും ദൈവം അയക്കുകയാണ്. ആ പുത്രൻ വന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ക്രിസ്തു പറയുകയാണ്, ഐ ആം ദ ലൈറ്റ്, ഞാനാണ് വെളിച്ചം, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. സ്നേഹമുള്ള ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇരുട്ടിനെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ കാണുകയാണ് നമ്മൾ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് സംഭവിക്കുക? നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുകയാണ്. ആദ്യമായിട്ട് വചനത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിലെ 9:2 പറയുകയാണ്, ഇരുളിൽ നടന്നവർ ഒരു വലിയ പ്രകാശം കണ്ടു, വലിയ വെളിച്ചം കണ്ടു. യെശയ്യാ ഇസ്രായേൽ ജനത്തിൻ്റെ സർവ്വ പീഡനങ്ങളെയും വേദനകളെയും പ്രവാസത്തെയും അവരുടെ ദുഃഖങ്ങളെയും എല്ലാം മുൻനിർത്തിയാണ് പറയുക, ഇരുളിൽ നടന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു. അത് ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുക, ഇരുട്ടിൽ പോകാതിരിക്കാൻ പ്രകാശമായ ക്രിസ്തു. എന്താണ് ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. വചനം പറയുന്നു, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഇരുട്ടിലാണ്. അവൻ ഇരുട്ടിൻ്റെ ആത്മാവാണ്, അവൻ അന്ധകാരത്തിൻ്റെ ശക്തിയാണ്. ഇന്നത്തെ ലോകത്തെ നമ്മളിപ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. നമ്മളൊരു വീട്ടിലേക്ക് ചെന്നാൽ പല മാതാപിതാക്കന്മാരും പറയുന്ന ഏറ്റവും വലിയ വേദന നിറഞ്ഞ ഒരു സംഭവം, ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവം കാണും. നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും 100 കൂട്ടം അനുഭവങ്ങൾ കാണും. നമ്മളൊരു വീട്ടിലേക്ക് പണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ചെറുപ്പത്തിൽ വേറൊരു ഫാമിലി കയറി വന്നാൽ നമ്മളെല്ലാവരും, മക്കളും അപ്പനും അമ്മയും എല്ലാം അവരെ സ്വീകരിക്കും. അന്ന് വലിയ ആഘോഷപരമായിട്ടൊന്നും ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ നമുക്കില്ലെങ്കിൽ തന്നെയും നമ്മളുള്ളതിൻ്റെ ഓഹരിയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്ഷണം ചെയ്ത് പാകം ചെയ്ത് ഒന്നിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കും. എന്നാൽ ഇന്ന് സർവ്വസമ്പന്നതയുമുണ്ട്, ഏത് വീട്ടിലേക്ക് വന്നാലും ഇഷ്ടം പോലെ ഇരിക്കാൻ. അന്നൊരു ചിലപ്പോൾ ഒരു കസേര പോലും കാണില്ല, എല്ലാവരുടെ ആ തിണ്ണയിലൊക്കെ ഇരിക്കും. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. ഇല്ലായ്മയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വലിയ തലമുറ. വെറും 30-40 വർഷം മുമ്പിലത്തെ സംഭവമാണ്, ആയിരക്കണക്കിന് വർഷം മുമ്പിലത്തെ സംഭവമല്ല നമ്മൾ ചിന്തിക്കുക. വെറും 10-20 വർഷങ്ങൾ മുമ്പിലത്തെ സംഭവത്തിനെയാണ് ഞാൻ പറയുക. അത് ഇല്ലായ്മയിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് സന്തോഷം പങ്കുവെച്ച ഒരു തലമുറ. എന്നാൽ ഇന്ന് വരുമ്പോൾ ഏറ്റവും ആർഭാടമായ വീടുകൾ, ഒരു ഹോളിൽ തന്നെ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ടൈപ്പ് ഹോളുകൾ, ഭയങ്കര വില കൂടിയ കസേരകൾ, ഏറ്റവും വില കൂടിയ ഭക്ഷണങ്ങൾ എല്ലാം ഈ വീട്ടിലുണ്ട്. അവിടെ ഒരു അപ്പനും ഒരു അമ്മയും ഒരു മകനും ആരെങ്കിലും 1-2 പേരൂടെ കാണും, 2 വേലക്കാരും കാണും. ഈ വീട്ടിൽ നമ്മൾ കയറി ചെന്നാൽ അപ്പനും അമ്മയും നമ്മളോട് സംസാരിക്കും,
പക്ഷേ ആ വീട്ടിലെ മക്കൾ 2 ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ആദ്യം 2 മിനിറ്റ് കാണും. അത് ചില വീടുകളിൽ മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ കാണും. പിന്നെ ഇവരുടെ പൊടി പോലും കാണില്ല. ഇവരെങ്ങോട്ട് പോയെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. തിരിച്ചു പോരാൻ നേരത്തെ ഓക്കെ ആൻറ്റി, ബായ് ബായ്, ഓക്കെ അങ്കിളെ, ആ ഹായ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടും. ഇവരെവിടെയാണ്? യുവജനങ്ങൾ കാണേണ്ട പല സ്ഥലത്തും കാണുന്നില്ല. വെളിച്ചത്തിൻ്റെ പല സ്ഥലത്തും ഇന്നത്തെ യുവജനങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു 10 പേര് കൂടി ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്ന സ്ഥലത്ത്, മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒന്നിച്ചിരിക്കുന്നിടത്ത്, അയൽപക്കക്കാരും മാതാപിതാക്കന്മാരും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നിടത്ത് ഈ യുവജനങ്ങളുടെ സാന്നിധ്യം കാണാനേ ഇല്ലെന്നായി. ഇവരെവിടെ പോകുന്നു? ഇനി അതിനൊരു മറുചോദ്യമുണ്ട്. അപ്പനും അമ്മയും സംസാരിക്കുന്നിടത്ത് ഇനി മക്കൾക്ക് ഇരിക്കേണ്ടെന്ന് കരുതിയിട്ടാണോ? അല്ല, അത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. ഇവർക്ക് സ്വന്തമായൊരു മുറിയുണ്ട്. പണ്ട് ഇതില്ലായിരുന്നു. അതൊരു വലിയ ഗുണമായിരുന്നു എന്നാണ് ഞാൻ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് പിടികിട്ടുന്നത്. ആകെപ്പാടെ 2-3 മുറിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെല്ലാം അതിൻ്റേതായ പ്രൈവസി കുറവുണ്ട്. ആ വീട്ടിൽ ആരുണ്ടെങ്കിലും എല്ലാ മുറിക്കടയും കയറി നടക്കാം. ഇപ്പോൾ 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് മുറിയുണ്ട്. അവരെല്ലാം പൂട്ടി അതിൻ്റെ അകത്തുനിന്ന് പൂട്ടാനുള്ള സിസ്റ്റം അവർക്കുണ്ട്. ഇവരുടെ മുറിയിലൊരു കമ്പ്യൂട്ടറുണ്ട്. അല്ലെങ്കിൽ നല്ല വില കൂടിയൊരു മൊബൈലുണ്ട്. നല്ല ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നു ഏറ്റവും കൂടുതൽ മൊബൈലിന് അടിമകളായി, അശ്ലീല ചിത്രങ്ങളുടെ അടിമകളായി മാറുന്നത് ഗ്രാമങ്ങളിൽ പോലുമുണ്ട്. ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് പഠിച്ചിട്ട് പറയുന്നു. ഗ്രാമങ്ങളിലേക്കും ഇത് ഭയങ്കരമായിട്ട് കാർന്നു തിന്നുന്നു. ഇരുട്ടിൻ്റെ ആത്മാവ്, മുറി അടയ്ക്കുക, ഒരു മൊബൈൽ എടുക്കുക, ലോകത്തിൽ കാണാത്ത വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യുക. അതിനുശേഷം സംഭവിക്കുന്ന വലിയ ദുരന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സർവ്വ ദൈവിക ചൈതന്യവും പോകുക. ദൈവത്തോട് പ്രാർത്ഥിക്കാനോ കുരിശ് വരയ്ക്കാനോ ഇവരെ വിളിച്ചു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും കാരണവന്മാരെ പേടിയുണ്ടോ ഒന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നതെന്നല്ലാണ്ട് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനോ, പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഒരു രൂപത്തിൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ട് ഒരു പൂക്കൾ പറിച്ച് വെക്കുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ കുരിശ് വരയ്ക്കാൻ നമ്മൾ തിരികത്തിക്കുമായിരുന്നു. നമുക്ക് എല്ലാവരോടും കൂടി ഇരുന്ന് കുരിശ് വരയ്ക്കാൻ അറിയാമായിരുന്നു. ഒന്നും പറഞ്ഞു തന്നില്ലെങ്കിലും മാതാപിതാക്കന്മാർ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രൂപത്തിൻ്റെ അവിടെ വലയം എട്ടുകാലി വലയം കെട്ടിയാൽ പോലും ആ തലമുറ കണ്ടുപിടിക്കില്ല. അവർക്കൊരു ഗ്രാഹ്യവുമില്ല അതിനെപ്പറ്റി. അവിടെ വിശുദ്ധ കുർബാനയുടെ ഒരു സാന്നിധ്യം, അവിടെ തന്നെ യുവജനങ്ങൾ എത്ര പേരുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഇടവകയിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് വിഷമം തോന്നും. പണ്ട് യുവജനങ്ങളും കുട്ടികളുമായിരുന്നു കൂടുതൽ. കാരണവന്മാരൊക്കെ 8-10 മക്കളുള്ളതുകൊണ്ട് അവർ മക്കളെ പറഞ്ഞു വിട്ടിട്ട് അവർ വീട്ടിൽ എന്നും കുർബാനയ്ക്കൊന്നും ഒരു അമ്മയ്ക്ക് വരാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇന്ന് നേരെ തിരിഞ്ഞു കുറച്ച് അമ്മമാർ വരുന്നുണ്ട്, കുറച്ച് അപ്പന്മാരെയും കാണുന്നുണ്ട്. കാരണം ഒരു പരിധി വരെ മനസ്സിന് സമാധാനവും ഇല്ല, സ്വസ്ഥതയില്ല, അനുസരിക്കുന്ന മക്കളുമില്ല, ഒന്നുമില്ലാതെ വന്നു കഴിയുമ്പോൾ ഇവർ ദൈവത്തെ ആശ്രയിച്ച് പള്ളിയിൽ വന്ന് കുർബാനയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പക്ഷേ യുവജനങ്ങളെ കാണാനില്ല. ഒരു മരിച്ചടക്ക് ശവസംസ്കാരം വന്നു കഴിഞ്ഞാൽ യുവജനങ്ങളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കല്യാണം വന്നാൽ അവരുടെ കൂട്ടിൻ്റെ ഗായകിൻ്റെ കൂടെ ഒരു 4 പേർ ഒന്നിച്ച് നടക്കുന്നതല്ലാണ്ട് ഈ യുവജനങ്ങൾ അല്ലെങ്കിൽ പുതിയ തലമുറ സ്നേഹത്തോടെ അവിടുത്തെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇത് കേൾക്കുമ്പോൾ ഒത്തിരിയേറെ യുവജനങ്ങളും ഈ പ്രോഗ്രാം കേൾക്കുന്നവരാണ്. അവരെ എല്ലാവരെയും കൂടെ മോശമാക്കി പറയുകയല്ല ഒരിക്കലും. പക്ഷേ ഇരുട്ടിൻ്റെ ശക്തിയിലേക്ക് പോകുന്ന ഒരു നല്ല ഗാങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, അഥവാ സഹോദര സഹോദരി എൻ്റെ അനുജനും അനുജത്തിയും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലപോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും കൂദാശകളോട് ചേർന്ന് നിൽക്കുന്നവരും സഭയോട് ചേർന്ന് നിൽക്കുന്നവരുമാണ് എങ്കിൽ ദയവായി നിങ്ങളുടെ കൂട്ടുകാർ ഏതെല്ലാമോ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതൊന്നും പക്ഷേ പ്രസംഗിക്കാതിരിക്കാനോ അല്ലെങ്കിൽ സോപ്പിട്ട് എന്തെങ്കിലും ഒരു പ്രസംഗം നടത്താനോ ഒക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ഒരു കുഞ്ഞും നഷ്ടപ്പെടരുത് എന്ന് കരുതി. കാരണം നമുക്കറിയാം പണ്ട് നമ്മുടെ സ്കൂളുകളിലെ എല്ലാ ടീച്ചേഴ്സും തന്നെ നമ്മളൊക്കെ പഠിച്ചത് ഒരു മിക്കവാറും തന്നെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലായിരിക്കും. ഒരു വൈദികനായിരിക്കും അതിൻ്റെ ഡയറക്ടർ, ഒരു സിസ്റ്ററായിരിക്കും അതിൻ്റെ ഹെഡ് മിസ്സസ്. അത് പഠിപ്പിക്കുന്ന ടീച്ചർമാരൊക്കെ നല്ല ദൈവവിശ്വാസികളായിരിക്കും. രാവിലെ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിക്കും. വൈകിട്ട് പോകുമ്പോൾ ദേശീയ ഗാനം പാടി അവസാനിപ്പിക്കും. ദേശത്തോടും ദൈവത്തോടും എല്ലാം സ്നേഹമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്കൂളിൽ നിന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിരുന്നു. അന്ധകാരത്തിൻ്റെ പ്രവർത്തികളിലേക്ക് ഒരു കൊച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ തിരിച്ചുകൊണ്ട് വരാൻ അധ്യാപകർ ശ്രമിച്ചിരുന്നു, അയൽപക്കക്കാർ ശ്രമിച്ചിരുന്നു, ബന്ധുക്കൾ ശ്രമിച്ചിരുന്നു. ഇവൻ ഏത് വഴിക്ക് പോകുന്നുണ്ടോ ഇതെല്ലാവർക്കും ബാധകമായിരുന്നു. എന്നാൽ ഇന്നൊരു മകൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പോകുന്നുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ പേടിയാണ്. കാരണം ഈവനോട് സംസാരിച്ച് അവൻ്റെ സ്നേഹം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ കോളേജ് മുഴുവൻ കട്ട് ചെയ്ത്
ഒരുമാതിരി നല്ല ശതമാനം കുട്ടികൾ ഈ സിനിമയിൽ കാണാൻ നമുക്ക് പറ്റും. ക്യൂ നിൽക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളെ കാണാൻ പറ്റും. ഇവർക്കെല്ലാം പഠിത്തമില്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒത്തിരി കുട്ടികളും ആ ക്ലാസ് കട്ട് ചെയ്തു പോയി സിനിമ കാണാൻ ആഗ്രഹമുള്ളവരാണ്. അതിനുവേണ്ടി അവർ വളരെ വില കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം സംഭവം അതിൻ്റെ പിന്നിൽ വേണം. പൈസ വേണം, അധ്യാപകരോട് നുണ പറയണം, വീട്ടിലറിയാതെ നോക്കണം, ഒത്തിരി റിസ്ക് സഹിക്കാൻ ഇവർ റെഡിയാണ്. എന്നാൽ ആരും കണ്ടാൽ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ധ്യാനം നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ അപ്പനും അമ്മയും കൂടെ തല്ലിക്കൊണ്ടുകൊണ്ട് വരും. ഇവർ അവിടെ എങ്ങാനും പോയിരിക്കണമെങ്കിൽ. ഇനി അഥവാ പോയാൽ തന്നെ ഒരു നല്ല ശതമാനം പുറകിൽ എവിടെയും ഇരുന്ന് മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇവർ തിരിച്ചു വരും. ഇതിന് വിപരീതമായൊരു നല്ല യുവജനങ്ങളുണ്ട്. രാവും പകലും ഈയിടെയൊക്കെ നല്ല പല പ്രോഗ്രാമുകളിൽ കാണുകയുണ്ടായി. ശാലോം TV നടത്തുന്ന പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ അമേരിക്കയിൽ നടക്കുന്ന യൂത്തിൻ്റെ പ്രോഗ്രാമിലൊക്കെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നിന്ന് കരങ്ങൾ ഉയർത്തി യുവജനങ്ങൾ നിന്ന് ക്രിസ്തുവിന് കീജായി വിളിക്കുന്ന, ഓരോ വചനത്തിനും കൈയടിക്കുന്ന യുവജനങ്ങളെ ഞാൻ ഈ മാധ്യമത്തിലൂടെ തന്നെ കാണുന്നൊരു വ്യക്തിയുമാണ്. അത് നമ്മൾ ഓർക്കുക 10%. ബാക്കി 90% എവിടെ? അവരെവിടെയെല്ലാമോ പോയി നഷ്ടപ്പെടുകയാണ്. നമ്മളുടെ പ്രാർത്ഥനകൾ യുവജനങ്ങളുടെ ഏറ്റവും, നമ്മളിപ്പം ഒരപ്പനും അമ്മയാണെങ്കിലും ഒരു കൊച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു യുവാവോ യുവതിയോ ആണെങ്കിലും ഒരു ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുടെ ശതമാനം മാറ്റിവെക്കേണ്ടത് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. അവർ നഷ്ടപ്പെട്ടാൽ ലോകം തന്നെ നഷ്ടപ്പെടുകയാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ വലിയ ഉപദ്രവമൊന്നും സഭയ്ക്കോ സമൂഹത്തിനോ ചെയ്യില്ല. എന്നാൽ ഒരു യുവാവ് 10-18 വയസ്സ് തുടങ്ങി ഇവൻ്റെ ഒരു നല്ല പ്രായം വരെ ഇവൻ തിരിഞ്ഞു പോയാൽ നമുക്ക് കറക്റ്റായതാണ് ക്രിസ്തു പറഞ്ഞ്, ഞാനാണ് വഴി. ഈ ക്രിസ്തുവിനെ പറ്റി ഒരു ഗ്രാഹ്യവുമില്ല. ഈയിടെ എന്നോട് ഉള്ള സംശയം ചോദിക്കുകയുണ്ടായി. നല്ല ഒരു ഗാങ് കുട്ടികൾ യേശുവിൻ്റെ തർക്കം ഈ ഗൂഗിളിൽ കൂടെയാണല്ലോ പല കാര്യങ്ങളിലും ഇവരെ കണ്ടുപിടിക്കുന്ന, എല്ലാം ഗൂഗിളിൽ കൂടെയാണ്. എല്ലാം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ്. എല്ലാത്തിൻ്റെ ഉത്തരം നോക്കുന്നതും ഗൂഗിളിലാണ്. അതിൻ്റെ അത് തന്നെ പല ടീച്ചിങ്ങുകൾ കിടപ്പുണ്ട്. കാത്തലിക് ടീച്ചിങ്ങിനകത്താണെങ്കിൽ കുറച്ചുകൂടെ സത്യസന്ധത കാണാൻ ചിലപ്പം വേറെ പല ടീച്ചിങ്ങുകളും കിടപ്പുണ്ട്. അപ്പോൾ ഇവരെ ഗൈഡ് ചെയ്യുന്ന ഇവരിപ്പോൾ എല്ലാം കമ്പ്യൂട്ടറിൽ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു സംശയം വന്നാൽ അവർ അന്നേരം ഗൂഗിൾ അടിച്ച് നോക്കും. അപ്പോൾ ഇവർ ചോദിക്കുകയാണ്, എന്നോട് ഈയിടെ കുറച്ച് യുവജനങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഓർക്കുകയാണ്. എന്തിനാണ് ചേച്ചി നമ്മുടെ പള്ളികളിലെല്ലാം ഇങ്ങനെ വിഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത്? ഈ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുന്നത് നമുക്ക് അത് തെറ്റല്ലേ? യേശു തന്നെ, ദൈവം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത്? ഇത് യുവജനങ്ങളുടെ ഇടയിൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താനും അതുപോലെ തന്നെ യുവജനങ്ങളെ ദൈവത്തിൽ നിന്ന് തിരിക്കുവാനും കാണിക്കുന്ന ഒരു ട്രിക്കിൻ്റെ ഭാഗമാണ്. കാരണം ഞാൻ ആ വ്യക്തികളോടെല്ലാം ഒരുപോലെ പറയുകയുണ്ടായി, നമ്മുടെ ഒരു പള്ളിയിലും ഒരു വിഗ്രഹത്തെയും വെച്ച് നമ്മൾ ആരാധിക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ്. നമ്മൾ മദർ തെരേസയെ കണ്ടു, അൽഫോൻസാമയെ കണ്ടു. എനിക്കറിയാം, നിങ്ങൾക്കറിയാം. നമ്മൾ ജീവിച്ചിരുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഇവരെ നമ്മൾ പലരും കണ്ടിട്ട് വരെയുണ്ട്. മദർ തെരേസയെ പലരും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ബന്ധമുണ്ട്. അൽഫോൻസാമയോട് സംസാരിച്ച വ്യക്തികൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ നമ്മുടെ കയ്യിലുമുണ്ട്, നമ്മുടെ കയ്യിൽ അത് പിടിക്കുന്നുണ്ട്, പള്ളിയിൽ അൾത്താരയിൽ വെച്ചിട്ടുണ്ട്. ഒരു 100 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 500 വർഷം കഴിയുമ്പോൾ സഭ ഇന്ന് നിലനിൽക്കുന്ന പോലെ അന്നും നിലനിൽക്കും. വിശ്വാസം ലോകം അവസാനം വരെ സഭയുമുണ്ട്, സഭയുടെ പ്രവർത്തനങ്ങളുമുണ്ട്. അന്നത്തെ ഒരു കൊച്ചു വന്ന് ചോദിക്കുകയാണ്, ഇത് അൽഫോൻസാമ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി ചരിത്രം, അല്ലെ മദർ തെരേസ കരുണയുടെ അമ്മയായിരുന്നു, ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചത്. ആ അമ്മ അനേകം കുഷ്ഠരോഗികളെ എടുത്ത് ശുശ്രൂഷിച്ചു, വിശുദ്ധിയാക്കി മാറ്റി. അപ്പോൾ ആ കുട്ടിക്ക് ഈ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് മനസ്സിലാകുക ഇതായിരുന്നു ആ മദറിൻ്റെ രൂപം. നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഓക്കെയാണ്. പക്ഷേ അന്ന് ജീവിക്കുന്ന ഒരു തലമുറയ്ക്ക് മനസ്സിലാകും ഈ ചുക്കിച്ചുളുങ്ങിയ മുഖവുമായി ലോകത്തെ കീഴടക്കിയ ഒരു മദർ തെരേസയെ പറ്റി. അല്ലാണ്ട് ഒരിക്കലും സഭയിലെ ഏതെങ്കിലും ഒരു വൈദികനോ മെത്രാനോ മാർപ്പാപ്പായോ മദർ തെരേസയെ ആരാധിക്കണമെന്ന് പറയുന്ന ഒരിക്കലും നിങ്ങൾ ആരും സംശയിക്കേണ്ട, ഒരിക്കലും ആരാധിക്കാൻ പറയുകയുമില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വിഗ്രഹങ്ങളും ഉണ്ടാക്കരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്ന കാലഘട്ടമുണ്ട്. കാരണം ദൈവം ഉത്തരം പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു കാളേനെ ഉണ്ടാക്കിയത് ദൈവമായി കണ്ട ഒരു ജനമാണ് ഇസ്രായേൽ ജനം. ഇതാണ് ഇനി ഞങ്ങളുടെ ദൈവം, ബാലാണ് ഞങ്ങളുടെ ദൈവം, അല്ല ഏതെങ്കിലും ഒരു ദൈവത്തെ അവരെപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. ആ ജനത്തോട് നോക്കിയിട്ടാണ് പറഞ്ഞത്, ഈ വിഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കി നീ ദൈവമായിട്ട് ആരാധിക്കരുത്. ആ ദൈവം തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സംഖ്യാപ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവർക്ക് പാമ്പ് കടി ഏൽക്കുകയും ആ പാമ്പ് കടിയേറ്റ് ജനം മരിക്കുകയും ചെയ്തപ്പോൾ മോശ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചു, എന്തിനാണ് ദൈവമേ ഈ മരുഭൂമി കൊണ്ട് ഈ ജനത്തിനെ നശിപ്പിക്കാൻ വേണ്ടി എന്നെ തന്നേൽപ്പിച്ചത്? ലോക ചരിത്രമുള്ളിടത്തോളം കാലം ഇത് നാണക്കേടാകുമല്ലോ, ഒരു ജനത്തിനെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊന്നുകളഞ്ഞെന്ന്. ദൈവം അവനോട് പറഞ്ഞത് എന്താണ് മോശയോട്? നീ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മലമുകളിൽ വെക്കുക, അതിനെ നോക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും.
എന്ത് വാക്കാണ് ഇതിന് നമുക്ക് പറയാനുള്ളത്? ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. ഇസ്രായേൽ നടന്നു പോകുന്നതും മോശനെ കൊണ്ട് വിച്ചല സർപ്പത്തെ ഉണ്ടാക്കിച്ചതും അതിനെ ആരാധിക്കാനല്ല പറഞ്ഞത്, അതിനെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാക്കിനെ, ബൈബിളിലെ ഒരു വാക്കിനെ ദയവായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ബൈബിളിൽ അനേകം സംഭവങ്ങളുടെ ചുരുക്കമാണ് ബൈബിൾ. അനേകം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിഗൂഢമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ വാക്കിനെ വെച്ച് നമ്മൾ ബാക്കി ചരിത്രം അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളത് നോക്കാതെ എന്തെങ്കിലും പറയുമ്പോൾ ഒരു 5-ാം സുവിശേഷമോ അല്ലെങ്കിൽ ഒരു പുതിയ ബൈബിളോ ഉണ്ടാകും. അതിൻ്റെ പേരിൽ വലിയ വിശ്വാസ തകർച്ചയും ഉണ്ടാകും. അതുകൊണ്ട് യുവാക്കളായ യുവജനങ്ങളായ ഇങ്ങനെ 3 തരം വിശ്വാസത്തെ ഞാൻ യുവാക്കളിൽ കാണുന്നുണ്ട്. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 2 കൈയും വിട്ട് യേശുവിന് വേണ്ടി ജീവിക്കാൻ രാവും പകലുമില്ല. ഇവിടെയൊക്കെ ഒത്തിരി ജീസസ് യൂത്തിൻ്റെയൊക്കെ പ്രവർത്തകർ പിള്ളേരെ നമ്മൾ കാണാറുണ്ട്. അവർ ജോലി കഴിഞ്ഞ് അന്നേരം പള്ളിയുടെ മുറ്റത്തെത്തും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ, കഴുകണമെങ്കിൽ കഴുകും, അടിച്ചു വാരണമെങ്കിൽ അടിച്ചു വാരും. ആ കുട്ടികൾ പിറ്റേ ദിവസം ജോലി ഉണ്ടെങ്കിലും അവർ രാവും പകലും അധ്വാനിക്കാൻ റെഡിയാണ്. അങ്ങനെ ദൈവത്തിന് വേണ്ടി 2 കൈയും വിട്ട് ആരെയും പേടിയില്ലാതെയും എന്തുപോലും കഷ്ടപ്പെടാനും റെഡിയായ ഒരു പറ്റം യുവജനങ്ങൾ. എന്നാൽ ഈ മാട്ടാലിരിക്കുന്ന തേങ്ങ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാന്നുള്ള ഒരു തരം ആൾക്കാരും ഉണ്ട്. അങ്ങോട്ട് ആരെങ്കിലും പിടിച്ചു വലിച്ചാൽ അങ്ങോട്ടും പോവും, ഇങ്ങോട്ട് പിടിച്ചു വലിച്ചാൽ ഇങ്ങോട്ടും പോവും. ഇവന് ഉറപ്പൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. 3ാമതൊരു കൂട്ടരുണ്ട്, യാതൊരു വിശ്വാസവുമില്ല. ഇവർ അന്ധകാരത്തിൻ്റെ മക്കളാണ്. അവർ അന്ധകാരത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഓർത്ത് നോക്കിയോ, പിശാചിൻ്റെ സർവ്വ പ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഏറ്റവും വലിയ കള്ളൻ ഇറങ്ങുന്നത് രാത്രിയിലായിരിക്കും. പകലാരും കക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പിശാചിൻ്റെ ആരാധനകളും പ്രവർത്തനങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്, പകലായിരിക്കില്ല. പകൽ എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ മക്കളുടെ പ്രവർത്തനം നടക്കുന്ന സമയമാണ്. അപ്പോൾ അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ജനങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുക. നമുക്ക് കണ്ണ് തുറന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഉൾക്കൊണ്ട് നമ്മളെ തുറന്നിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ആ ക്രിസ്തു നമ്മുടെ ദൈവമാണെങ്കിൽ നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ കൊണ്ടാണ് നമ്മൾ കണ്ണ് തുറന്ന് നമുക്ക് തന്നത്. കണ്ണടഞ്ഞു പോയാൽ അന്ധകാരമാണെങ്കിൽ ഞാനും നീ ഇവരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അവരെ ആരെങ്കിലും ശപിക്കാനോ മാറ്റി നിർത്താനോ അല്ല നമ്മുടെ ഡ്യൂട്ടി. എൻ്റെ ഒരു സുഹൃത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സഭയിൽ നിന്ന് അകന്നുപോയി, ദൈവത്തോടുള്ള സ്നേഹം മാറിപ്പോയി, ഇല്ലെങ്കിൽ ആരുടെയും ആശയം കേട്ട് ഈ പറഞ്ഞ പോലെ വിഗ്രഹമല്ലേ അല്ല മാതാവ് എന്താ പല തർക്കങ്ങൾ കേട്ട് വേറെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു പണി നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം അടിസ്ഥാനപരമായ മൂല്യങ്ങളോടുകൂടി യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ സഭ കൊണ്ടുപോകുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. കാരണം ഒരിടയൻ്റെ കീഴിൽ, ഒരു തൊഴുത്തിൻ്റെ കീഴിൽ അനുസരണത്തോടുകൂടി അനുസരിച്ച് ജീവിക്കണ ഇച്ചിരി പണിയുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രതിസന്ധി അതാണ്. അനുസരിക്കാൻ, അത് ആദ്യ മാതാപിതാക്കന്മാരുടെ തുടങ്ങിയ പ്രശ്നമാണ്. എവിടെയാണ്? ഉൽപ്പത്തി തുടങ്ങിയ പ്രശ്നമാണ്. അനുസരിക്കാതെ സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുക. എല്ലാം ചെയ്തോളാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ പോയി ചെയ്യുന്ന മനുഷ്യനാണ് ആദിമ മനുഷ്യൻ തന്നെ. പിന്നെ 2ാമത്തെ മനുഷ്യനെ എടുത്തു, ആയേലും ഗാബേലും 2 മക്കളുണ്ടായത്. അവിടെയും കണ്ടില്ലേ, സ്നേഹമില്ലാതെ വന്ന്, അനുസരണമില്ലാതെ വന്ന്, കുശുമ്പ് വന്ന് സഹോദരനെ കൊന്നുകളയുന്ന സഹോദരൻ. അപ്പോൾ ഈ ബുദ്ധി അന്നേ ഉള്ളതാണ്, അനുസരിക്കാതെ എങ്ങനെ ജീവിക്കാം. അതുതന്നെ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയും ഒരു വലിയ ഉദ്ദേശം. എവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു യുവജനത്തിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു കൊച്ചിൻ്റെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് അന്ധകാരം വരിക? യോഹന്നാൻ്റെ സുവിശേഷം 3:19 പറയുകയാണ്, പ്രകാശത്തേക്കാൾ മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിച്ചു. അതാണ് അവൻ്റെ ശിക്ഷാവധിയുടെ കാരണം. പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ലോകത്തിൽ അന്ധകാരം വ്യാപിച്ച ഒരു സമയമാണ് യേശുക്രിസ്തു മരിച്ച സമയം. സൂര്യൻ ഇരുണ്ടു, ഭൂമിയിൽ അന്ധകാരമായിരുന്നു. ദൈവമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് അന്ധകാരത്തിൽ പോകുക എന്ന് പറഞ്ഞ്. തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാൻ പറ്റും. നമുക്ക് അബദ്ധം പറ്റിയെങ്കിൽ അബദ്ധം പറ്റി ദൈവമേ എന്ന് പറയാൻ പറ്റും. എന്നാൽ ദൈവം തന്നെ ഇല്ലാത്ത അവസ്ഥയുടെ പേരാണ് അന്ധകാരം. ആ അന്ധകാരത്തിൽ ജീവിക്കുന്ന മനുഷ്യന് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം? കൃത്യമായിട്ട് പറയുകയാണ്, അവൻ പ്രകാശത്തേക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചു. ഒരു നല്ല ശതമാനം ആൾക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രകാശത്തിനേക്കാൾ ഇഷ്ടം ഇരുട്ടിനെയാണ്. അവരുടെ കയ്യിൽ ഒരു മൊബൈൽ മതി, അവരുടെ ജീവിതം തന്നെ സാഫല്യമായി. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ മാനസിക വിഭ്രാന്തിയിലേക്ക് വരികയാണ്. ശാരീരികമായിട്ട് ഇവൻ ഉറക്കമില്ലായ്മ വരികയാണ്. പലരും കിടക്കുന്നത് 12 മണി, 1 മണി, 2 മണിക്കാണ്. ദൈവം തന്നെ തീരുമാനിച്ച സിസ്റ്റമാണ്, പകൽ അധ്വാനിക്കുക, രാത്രി നീ ശാന്തമായി ഉറങ്ങുക. വചനം പറയുന്നു, രാത്രിയിൽ നീ ശാന്തമായി ഉറങ്ങണം, പകൽ നീ അധ്വാനിക്കണം. നേരെ ഓപ്പോസിറ്റ് ആകുകയാണ് ജന്മം. പല പിള്ളേർക്കും ഇപ്പോൾ ഉറക്കമില്ല. പലരും കൗൺസിലിങ്ങിനും പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പറയുമ്പോഴും വിളിക്കുമ്പോഴും മാതാപിതാക്കന്മാർ പറയുകയാണ്, 1 മണിക്കും 2 മണിക്കും 3 മണിക്കും വരെ ഇവൻ ഉറക്കമില്ലെന്നായി. ഇവനെ എന്ത് ചെയ്യും? ഗുളിക കൊടുത്ത് വേണം ഇനി ഉറക്കാൻ. 20ഓ 22ഓ വയസ്സുള്ള തൻ്റെ മകനെ ഓർത്ത് കരയുന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് ഞാൻ പറയുക. എന്താണ് സംഭവിച്ചത്? ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു, സ്വന്തമായി സ്വാതന്ത്ര്യം കിട്ടി, ആ സമയം മുഴുവൻ ദുരുപയോഗം ചെയ്തു. ദൈവം ഇവരുടെ നിഘണ്ടുവിൽ നിന്ന് തന്നെ മാറിപ്പോയി. അവരെ ഭരിക്കുന്നത് ലോകവും ലോകത്തിൻ്റെ സംവിധാനങ്ങളുമാണ്, മൊബൈലാണ്, സിനിമാ തിയേറ്ററുകളാണ്,
തോന്നി പോലെ നടക്കുന്ന കുറച്ച് കൂട്ടുകാരാണ്. ഇവരുടെ എല്ലാവരുടെയും ഗാംഗിങ്ങളെ നമ്മൾ നോക്കുക, ദൈവഭയമുള്ള ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ കാണില്ല. 10 പേര് കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് 10ഉം ദൈവഭയം ഇല്ലാത്തവരായിരിക്കും. അവർക്ക് മാതാപിതാക്കന്മാരെ അനുസരണമുള്ള ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ കാണില്ല. ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കും ഇവനോട്, എടാ അപ്പനും അമ്മയും ബഹുമാനിച്ച് ജീവിക്കണം, സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അപ്പം ഈ പിശാച് പിടിക്കുന്ന ഒരു ഗാങ് അവരെല്ലാം കൂടെ ഒന്നിച്ച് പെട്ടെന്ന് ചേരും. അതൊരു ഭയങ്കര തന്ത്രമാണ് പിശാചിൻ്റെ. ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം നമ്മുടെ ഒരു കൊച്ചു നഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ച് നല്ല കാര്യത്തിന് വേണ്ടി വളർത്തിക്കൊണ്ട് വന്ന് ഒരു പക്ഷേ അവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാൻ അറിവില്ലായിരുന്നേക്കാം, ഒരു പക്ഷേ സമയം കിട്ടാത്തവരുണ്ടാകാം, പല പ്രശ്നം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ബുദ്ധിയില്ലായ്മ കൊണ്ടൊക്കെ ദൈവത്തെ കൊടുക്കാതെ ബാക്കിയെല്ലാം കൊടുത്ത് വളർത്തിയ മക്കളെ എല്ലാം ഓർത്താണ് പലരും ഇന്ന് വിലപിക്കുന്നത്. എന്തെങ്കിലും ആകട്ടെ, കുറവുകളാണ്, മനുഷ്യൻ്റെ ബലഹീനതയാണ്, എങ്കിലും നമ്മുടെ ആരുടെയും ഒരാളുടെ പോലും ഒരു മകനോ മകളോ നഷ്ടപ്പെടാതിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ആരും നശിക്കരുത്. അതിനെതിരെയാണ് നമ്മൾ പ്രകാശമായി ചെല്ലേണ്ടത്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞത്, ഞാനാണ് പ്രകാശം, വെളിച്ചം, വഴി. എൻ്റെ വഴിയിലൂടെ, വെളിച്ചത്തിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് യാത്ര ചെയ്താൽ ദൈവത്തെ വിശ്വസിക്കുന്ന എവനെങ്കിലും പോയി കുഴി ചാടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല. അവൻ ആരെങ്കിലും കുഴി ചാടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും ചെയ്യില്ല. അവനെ സംബന്ധിച്ച് അവൻ്റെ വഴി നേർവഴിയായിരിക്കും. അവന് ഈ ഉടുക്ക് വഴികൾ തന്നെ കാണില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് യോഹന്നാൻ 8:12 കൃത്യമായി പറയുന്നു, ഐ ആം ദ ലൈറ്റ്. യേശുവിൻ്റെ വചനം, ഐ ആം ദ ലൈറ്റ്, ഒൺലി വൺ ലൈറ്റ്. പല ലൈറ്റുകളിൽ ഒന്നല്ല, ഒറ്റ ലൈറ്റ്, ഞാൻ മാത്രമാണ് വെളിച്ചം. അങ്ങനെ പറഞ്ഞ ലോകത്തിൻ്റെ ചരിത്രം മാറ്റിയ യേശുക്രിസ്തുവിൻ്റെ അനുയായികളാണ് നമ്മളെന്ന് നമുക്ക് വിശ്വസിക്കണം. വെളിച്ചത്തിൻ്റെ മക്കൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വചനം പറയുക, വെളിച്ചത്തിൻ്റെ മക്കൾ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈയിടെ ഞാനൊരു പ്രോഗ്രാം, ഒരു അമേരിക്കയിൽ നടന്ന ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് ഞാൻ കാണുകയുണ്ടായി. അത് ലീഡ് ചെയ്യുന്ന സഹോദരൻ ഓരോ വാക്കും പറയുമ്പോൾ യുവജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നൃത്തം ചെയ്ത് അവരതിൻ്റെ അകത്ത് ആനന്ദിക്കുന്ന കാണണം. ലോകത്തിൽ ഏറ്റവും വലിയ മ്യൂസിക് ഇട്ടിട്ട് കളിക്കുന്നതിനേക്കാൾ നല്ല ഡാൻസ് അവരവിടെ കളിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൽ ആനന്ദിക്കാൻ പഠിക്കണം, ദൈവകൃപയിൽ ആനന്ദിക്കാൻ പഠിക്കണം, ദൈവം തരുന്ന സന്തോഷത്തിൽ ആനന്ദിക്കാൻ പഠിക്കണം. വേറൊരാളെ കൂടെ വിളിച്ചുകൊണ്ട് വരണം. ഒരു പക്ഷേ പല ഹോട്ടലുകളിലും വലിയ ഡാൻസ് പ്രോഗ്രാമുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, യുവജനങ്ങൾ എല്ലാം മറന്ന് ലഹരി ഉപയോഗിച്ചൊക്കെ വളരെ നൃത്തം ചെയ്തും ആനന്ദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊരാനന്ദമേ അല്ല, അത് അന്നേരം നിമിഷങ്ങൾ കൊടുക്കുന്ന വെറുതെ ഒരു അഭ്യാസം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. യഥാർത്ഥമായ ആനന്ദം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടി ആനന്ദിക്കുന്നതാണ്. ആ ദൈവത്തിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നിനക്ക് ഡാൻസ് കളിക്കാൻ നിനക്ക് പറ്റണം. ദൈവത്തിൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നിൻ്റെ കൈ അറിയാതെ നീ കൈ അടിച്ചു പോകണം. അതാണ് യുവാവേ, യുവതി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ, ഒരു കൊച്ചു വളർന്നു വരുന്നൊരു കുഞ്ഞിലേക്ക് ദൈവം കൊടുക്കുന്ന പ്രകാശം. നീ ഈശോയിൽ ആനന്ദിച്ച് നൃത്തം ചെയ്യുന്നവനായി മാറണം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 9:5-7 പറയുകയാണ്, ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ഇതിന് പ്രകാശം നൽകുകയാണ്. അപ്പം ദൈവത്തിൻ്റെ, അതുകൊണ്ടാണ് എന്താണ് ചെയ്യുക, അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ശീലോഹ കുളത്തിൽ പോയി നീ കഴുകുക എന്ന് പറഞ്ഞ മണ്ണ് അവൻ്റെ കണ്ണുകളിൽ തേച്ച് അവൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകുകയാണ്. അന്ധകാരത്തിൽ ഇരുട്ടിൽ കഴിഞ്ഞ ഒരുത്തനെ സുഖപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:12 പറയുന്നു, രാത്രി കഴിയാറായി, പകൽ തുടങ്ങുന്നു, പകലിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവിൻ. രാത്രിയുടെ പ്രവർത്തനമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ പകലിൻ്റെ പ്രവർത്തനം, വെളിച്ചത്തിന് യോജിക്കുന്ന പ്രവർത്തനം ചെയ്യണം. എന്താ വെളിച്ചത്തിന് യോജിക്കുന്ന പ്രവർത്തനം? അത് തുറന്ന പുസ്തകമാണ്. ചില മനുഷ്യരുടെ ജീവിതം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, തുറന്ന പുസ്തകം പോലെയാണ്. അവരെവിടെ പോയാലും കറക്റ്റായിട്ട് ഇന്നടത്താണ് പോയാൽ നമുക്ക് മനസ്സിലാവും. അവരെന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവർ പ്രാർത്ഥിക്കാൻ കറക്റ്റായിട്ട് അവർ ഇന്ന സമയത്ത് പള്ളിയിൽ കാണും നമുക്ക് മനസ്സിലാവും. പ്രാർത്ഥന ഇന്ന സമയത്തുണ്ടെന്ന് മനസ്സിലാവും. എന്നാൽ ചില മനുഷ്യരെ നമ്മൾ ഓർത്തു മുഴുവൻ നിഗൂഢതയായിരിക്കും. അവരെവിടെയാണെന്നോ അവരെന്താ ചെയ്യുന്നതെന്നോ ഒന്നും മനസ്സിലാകില്ല. അന്ധകാരത്തിൻ്റെ പ്രവർത്തനമായിരിക്കും അത്. പകലിന് അനുസരിച്ചുള്ള പ്രവർത്തനം എന്താണ്? നല്ല പ്രവർത്തനങ്ങളാണ്, നന്മയാണ്. അതിൻ്റെ അകത്ത് ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങളേ ഇല്ല. ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങളാണ് ഇരുട്ടിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ന് ക്രിസ്തു നമ്മളെ എല്ലാവരെയും പ്രവാചക ദൗത്യവുമായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു. അവരിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ദൗത്യമാണ്, നമ്മളത് ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുന്ന ഒരു വലിയ സമൂഹത്തിനെ കണ്ടിട്ട് കണ്ണടയ്ക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സർവ്വ ആയുധങ്ങളും, ഒരു പട്ടാളക്കാരൻ്റെ മനോഭാവമായിരിക്കണം നമുക്ക്. ഭാര്യ ഇവിടെ നിന്ന് വിളിച്ച് പറയുക, ഒരു പട്ടാളക്കാരൻ്റെ എനിക്ക് വയറിന് അസുഖമാണ്, ഓടി വരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ മനുഷ്യൻ വരില്ല. കാരണം ലോകത്തിൻ്റെ ഒന്നും ഈ മനുഷ്യനെ സ്വാധീനിക്കാൻ അന്നേരം പറ്റില്ല. കാരണം അവൻ്റെ ലക്ഷ്യം
മറ്റൊരു രാജ്യം നമ്മളെ തോൽപ്പിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ പൊരുതേണ്ടിയിരിക്കുന്നു, ഞാനതിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. സർവ്വസന്നാഹങ്ങളോടുകൂടിയാണ് നിൽക്കുന്നത്, വെറുതെ പോവുകയല്ല. സർവ്വ ആയുധങ്ങളും എൻ്റെ കയ്യിലുണ്ട്, സർവ്വ പ്രൊട്ടക്ഷനും എൻ്റെ കയ്യിലുണ്ട്. സർവ്വ ആയുധങ്ങളും ധരിച്ച ഒരു പട്ടാളക്കാരനെ പോലെ ഈ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വിജിലൻ്റായിട്ട് നമ്മൾ നിൽക്കണം. അത് വിശ്വാസത്തിൻ്റെ പരിചയെടുക്കണം, വചനത്തിൻ്റെ പടവാളെടുക്കണം, പ്രാർത്ഥന കൊണ്ട് ശക്തി പ്രാപിക്കണം. ഈ വക ആയുധങ്ങളല്ല, രക്ഷയുടെ തൊപ്പി വെക്കണം. ചുമ്മാതെയൊന്നും പോയാൽ തല്ലി മേടിച്ചുകൊണ്ട് പോരും അവിടെ നമ്മൾ. ഇവൻ നമ്മളെ എഴുതി താഴെ ഇടും. വെറുതെ ചിലർ പോയി പ്രാർത്ഥിക്കാറുണ്ട്, തല്ലി മേടിക്കും വെറുതെ. ഒരിക്കലും ദുഷ്ടനെതിരെ പോകുമ്പോൾ വെറും കൈയോടെ പോകല്ല്. ഈ സർവ്വ ആയുധങ്ങളും ധരിച്ചിട്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ പോകാൻ. അവൻ്റെ മുമ്പിൽ തോക്കാനല്ല, ക്രിസ്തുവിനോട് കൂടെ നിന്ന് അവനോട് ജയിക്കുവാൻ, അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുവാൻ, ഒരുത്തരെ പിടിച്ചോണ്ട് പോകുന്ന പിശാചിൻ്റെ ശക്തിക്കെതിരെ വർക്ക് ചെയ്ത് പ്രാർത്ഥിച്ച് അവന് വേണ്ടി പടവാളെടുത്തുയർത്തി അവനെ ആയുധങ്ങളെടുത്ത് പോരാടി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കടമയുണ്ട്. കാരണം നമുക്കിതിൻ്റെ എല്ലാം കഥകൾ അറിയാം. നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, ബൈബിൾ പഠിക്കുന്നുണ്ട്, അഭിഷേക പ്രാർത്ഥനകൾ കൂടുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്. ഈ പിശാച് എന്നാ നമുക്കറിയാം. പള്ളി കയറാതെ നടക്കുന്ന, സിനിമാ തിയേറ്ററുമായിട്ട് നടക്കുന്ന ഒരുപക്ഷെ നമ്മുടെ ഒരു സഹോദരൻ ഇത് അറിയത്തില്ല. അവൻ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കടമയും നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. 1 യോഹന്നാൻ്റെ സുവിശേഷം 1:5 പറയുകയാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ അന്ധകാരമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വെളിച്ചമാണ്, ക്രിസ്തു വെളിച്ചമാണ്, പിതാവായ ദൈവം ഉണ്ടാകട്ടെ എന്നാണ് ആദ്യം പറഞ്ഞ വാക്ക് തന്നെ. ക്രിസ്തു ഈ ഭൂമിയിൽ നിന്നില്ലാതായ നിമിഷമാണ് അന്ധകാരം ഉണ്ടായത്. ക്രിസ്തു നഷ്ടപ്പെടുന്ന വ്യക്തിയിലാണ് അന്ധകാരമുള്ളത്. ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട വ്യക്തികളെ പലരെയും നമുക്കറിയാം. ഒരുപക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ അറിയാതെ നഷ്ടപ്പെട്ടവരുണ്ട്, ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ഒരു പട്ടാളക്കാരനെ പോലെ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാനും അവനെ നേടുവാനും അവനു വേണ്ടി യുദ്ധം ചെയ്യുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കി അന്ധകാരമാക്കരുത്. നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് എൻ്റെയും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും മാത്രമല്ല എൻ്റെ കയ്യിലുള്ള ഉത്തരവാദിത്വം, 7 ഭൂഖണ്ഡങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അനേകരെ നേടുവാൻ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നു. ആ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.